ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ. ഏതൊക്കെയായിരുന്നു പഠിപ്പിച്ചത്? ഇനി ഞാൻ പറയട്ടെ. ഇത്ര നേരം സമയം തന്നല്ലോ. ഇനി പറയട്ടെ, ഏതൊക്കെയായിരുന്നു? ആ ആ, ഇ ഈ, ഉ ഊ, ഇർ, എ ഏ, ഐ ഓ. ഇത്രയും അക്ഷരങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിപ്പിച്ചിരുന്നത്. ഇനി നമുക്ക് അതിനെ ഒന്ന് എഴുതി നോക്കിയാലോ. എന്നിട്ട് ഇന്നത്തെ അക്ഷരത്തിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ എഴുതാം. ഏതൊക്കെയായിരുന്നു? ആ അല്ലേ? ആ ആ അല്ലേ? ആ. പിന്നെ ഏതായിരുന്നു പഠിച്ചത് നമ്മള്? ഈ. ഇവിടെ മുട്ടിക്കണേ. ഈ ഈ. പിന്നെ ഏതായിരുന്നു? ഈ. ഏതാ? ഈ. അടുത്ത ഏതായിരുന്നു? ഉ. ഏതായിരുന്നു? ഉ. ഊ. ഏതാ? ഊ. പിന്നെ പഠിച്ച ഏതായിരുന്നു? ഇർ. എഴുതുന്ന നോക്കിക്കോണേ. വീണ്ടും വീണ്ടും ഞാൻ റിവൈസ് ചെയ്ത് പറയുകയാണ്. ഇർ. അടുത്തത് ഏതായിരുന്നു? എ. പിന്നെ ഏതായിരുന്നു? ഏ അല്ലേ? ഏ. അടുത്ത ഏതായിരുന്നു? ഐ. ഏതായിരുന്നു? ഐ. പിന്നെ പഠിച്ചത് ഏതാ? ഓ. പിന്നെ പഠിച്ചേതാ? ഓ. അപ്പൊ ഏതൊക്കെയാ പഠിച്ചത് നമ്മള്? ആ ആ, ഇ ഈ, ഉ ഊ, ഇർ, എ ഏ, ഐ ഓ. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഓ. നമ്മൾ ഓയ്ക്ക് എന്തോ ചെയ്യണം? നമ്മൾ നീട്ടിട്ട് കൊടുക്കണം. ഓയ്ക്ക് എന്തോ ചെയ്യണം? നീട്ടിട്ട് കൊടുക്കണം. നോക്കിക്കേ, ഓ എങ്ങനെ എഴുതണ്ടേന്നാ ഞാൻ പറഞ്ഞു തന്നത്. എങ്ങനെയായിരുന്നു? ഒരു കുഞ്ഞ് റായിനെ ഇട്ടു, കറക്കി വലിയ റാ വന്നു, 3 കണക്ക് എഴുതുന്നു. ഇതേതായിരുന്നു അക്ഷരം? ഓ. ഇനി ഓന്ന് നീട്ടപ്പോ എന്തോ ചെയ്യണം? ഒരു ദീർഘം ഇട്ട് കൊടുക്കണം. എങ്ങനാ? എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇതേതാ അക്ഷരം? ഓ. ഏതാ അക്ഷരം? ഓ. വെറും ഓ. ഓ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് മാത്രം എഴുതും. ഓ എന്ന് നീട്ട് കൊടുക്കുമ്പം ഇങ്ങനെ എഴുതും. മനസ്സിലായോ? അപ്പൊ എങ്ങനെ എഴുതണ്ടേ? ഒന്നുകൂടെ നോക്കിക്കേ. ഒരു കുഞ്ഞ് റായിനെ ഇട്ടു, വലിയ റായ എഴുതി, 3 കണക്ക് വന്നു, എന്നിട്ട് ഒരു ദീർഘം ഇട്ട് കൊടുക്കണം. ഓ. ഏതാ? ഓ. നോക്കിക്കേ, എങ്ങനെയാണെന്നാ പറഞ്ഞേ? ഒരു കുഞ്ഞ് റായിനെ ഇട്ടു, 3 കണക്ക് വന്നിട്ട് ഓ ദീർഘം ഇട്ട് കൊടുക്കണം. കണ്ടോ? ഓ. ഇങ്ങനെ വേണം എഴുതാൻ. ഇനി നമുക്ക് ഡോട്ട് ഇട്ട് എഴുതുന്ന നോക്കാം എങ്ങനെയാണെന്ന്. നിങ്ങൾ ആദ്യം നമ്മുടെ കുഞ്ഞുമക്കൾ എപ്പോഴും ഞാൻ പറയുന്നത് ഡോട്ട് ഇട്ട് എഴുതിയതിന് ശേഷം അല്ലാതെ എഴുതി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ എഴുതാൻ കഴിയും. നോക്കിക്കേ, എങ്ങനെയാണ്? ഒരു കുഞ്ഞ് റായിനെ ഇട്ടു, വലിയ റായിട്ടു, 3 കണക്ക് വന്നു, എന്നിട്ട് നമ്മൾ ദീർഘത്തിനെ ഇട്ട് കൊടുക്കണം. ഒരു കുഞ്ഞ് റായിനെ ഇട്ടു, വലിയ റായ എഴുതി, 3 കണക്ക് വന്നിട്ട് ദീർഘത്തിനെ ഇട്ട് കൊടുക്കും. അല്ലേ? നോക്കിക്കേ, എങ്ങനെയാണ്? ഒരു കുഞ്ഞ് റായിനെ ഇട്ടു, വലിയ റായ എഴുതി, 3 കണക്ക് വന്നിട്ട് ദീർഘത്തിനെ ഇട്ട് കൊടുക്കും. കണ്ടോ? ഓ. ഇനി നമുക്ക് ഇതിന്റെ മേലിൽ കൂടെ വരയ്ക്കാം. നോക്കിക്കേ, ഇങ്ങനെ വന്നു, കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇട്ട് കൊടുക്കണം. ഓ. കണ്ടോ? ഏതാ? ഓ. പറഞ്ഞ് എന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഓ. കണ്ടോ? ഓ. എളുപ്പമല്ലേ ഓന്ന് എഴുതുന്നത്? ഇനി നമുക്ക് ഇതിനെ എങ്ങനെ 2 ലൈനിൽ എഴുതുന്നേ നോക്കാം. ശ്രദ്ധിച്ചേ.
എങ്ങനെയാണ് നമ്മൾ 2 ലൈനിൽ എഴുതുന്നത്? ഈ സെക്കൻഡ് ലൈനിൽ നമ്മൾ എന്താ നമ്മൾ ഓ എഴുതാൻ പഠിച്ചില്ലേ, അത് എനക്ക് ആദ്യം എഴുതണം. കുഞ്ഞു റായിനെ ഇട്ട് കറക്കി ഈ ലൈനിൽ മുട്ടിച്ച് വലിയ റായ എഴുതി 3 കണക്കാക്കി. ഇപ്പൊ ഏതായി? ഓ ആയി. ഇനി ഓന്ന് നീട്ട് കൊടുക്കപ്പോ എന്തോ കൊടുക്കാനാ പറഞ്ഞു ഞാൻ? ദീർഘം കൊടുക്കുന്ന എങ്ങനാ? ഇവിടുന്ന് ഇങ്ങനെ. കണ്ടോ? ഓ. മനസ്സിലായോ എങ്ങനെ എഴുതണ്ടേന്ന്? എങ്ങനെയാണ്? ശ്രദ്ധിച്ചേ. ഒരു കുഞ്ഞു റായിനെ ഇട്ടു, കറക്കി വന്നു, വലിയ റായിട്ട് 3 കണക്കാക്കിയിട്ട് ഈ ദീർഘത്തിനെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ? ഓന്നായി. എന്തോ ആയി? ഓന്നായി. കണ്ടോ? 2 ലൈനിൽ എഴുതാൻ എളുപ്പമല്ലേ? ഇങ്ങനെ എഴുതി, ഇങ്ങനെ വന്നു, ഇങ്ങനെ എഴുതി, ദീർഘത്തിന് ഇട്ട് കൊടുത്തു. ഓ. ഏതാ? ഓ. അപ്പൊ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ നമ്മുടെ കുഞ്ഞു മക്കളാണ്, അവര് മറന്നു പോവും. അവർക്ക് വീണ്ടും റിവൈസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർ പെട്ടെന്ന് പഠിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫൺ ആക്ടിവിറ്റീസും ചെയ്തു തരുന്നത്. ഇങ്ങനെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ആ മുതൽ ഓ വരെ എങ്ങനെയാ എഴുതുന്നേന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരം ഏതായിരുന്നു? ആ അക്ഷരം എഴുതിയാലോ? നോക്കിക്കേ. ഒരു വലിയ റായിനെ കൊടുക്കുന്നു, 3 കണക്ക് വന്നിട്ട് കറക്കി അതിൽ കൂടെ ഒരു റാ വരുന്നു, വീണ്ടും ഒരു രാ വരുന്നു, അല്ലേ? ആ. ഏതാക്ഷരം? ആ. അടുത്ത അക്ഷരം ഏതാണ്? ആ. എങ്ങനെ എഴുതണ്ടേ? ആദ്യം ആയിനെ അങ്ങ് എഴുതിയാ മതി. ആ മനസ്സിലായല്ലോ. ആ ആയിനെ എഴുതി കറക്കിങ് വെളിയിലോട്ട് വരിക. ആരായി? ആ ആയി. ആരായി? ആനായി. അടുത്ത അക്ഷരം ഏതാണ്? ഈ. ഈ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു കുഞ്ഞു റായിനെ എഴുതുന്നു, കറക്കി വലിയ റാ വരുന്നു, വീണ്ടും ഒരു വലിയ റാ വന്ന് പാമ്പ് കണക്ക് വരുന്നു. ആരായി? ഈ ആയി. ആരായി? ഈ ആയി. ഇനി ഈന്ന് നീട്ട് കൊടുക്കപ്പോ എന്ത് ചെയ്യണം? ആദ്യം നമ്മള് ഈനെ അങ്ങ് എഴുതണം, അല്ലേ? ആദ്യം നമ്മൾ ആരെ എഴുതണം? ഈനെ എഴുതണം. ഈനെ എഴുതി 2 കുഞ്ഞു റാ കൊടുത്ത് ഇങ്ങനെ അങ്ങ് നീട്ടി കൊടുക്കണം. ആരായി? ഈനായി. ആരായി? ഈനായി. അടുത്ത ഏതാണ്? ഊ. ഊ എങ്ങനാണ്? ഒരു കുഞ്ഞു റായിനെ കൊടുക്കുന്നു, കറക്കി വലിയ റാ വന്ന് പാമ്പ് കണക്ക് വരുന്നു. ഊ. ആരായി? ഊ. ഇനി ഊന്ന് നീട്ട് കൊടുക്കപ്പോ എന്താ ചെയ്യണം? ഒരു ഊനെ ആദ്യം നമ്മൾ എഴുതണം. ഊനെ എന്ത് വേണം? എഴുതണം. എന്നിട്ട് കുഞ്ഞ് 2 റാ കൊടുത്ത് നീട്ട് കൊടുക്കുക. ഈക്ക് നീട്ട് കൊടുത്തില്ലേ, അറിയണക്ക് ഊനും നീട്ട് കൊടുക്കണം. അടുത്ത അക്ഷരമാണ് ഇർ. ഇർ എങ്ങനെയായിരുന്നു? ഒരു കുഞ്ഞ് ഈനെ കൊടുത്തു, അല്ലെ? കുഞ്ഞ് ഈനെ കൊടുത്തു, കറക്കി വന്ന് ഇതുവഴി ഇറങ്ങി ഇങ്ങനെ വരണം. ആരായി? ഇർ. ആരായി? ഇർ. അടുത്ത അക്ഷരം ഏതാണ്? എ. ഏതാക്ഷരം? എ. എ എങ്ങനെയാണ്? നമ്മള് ആദ്യം എന്ത് വേണമെന്നാ പറഞ്ഞേ? കുഞ്ഞ് റാ കൊടുത്തു, നീട്ടി വന്ന് ഇങ്ങനെ. ഇത് ഏതക്ഷരമായി? പാ. ഇനി ഇതിനകത്തുനിന്ന് താഴോട്ട് ഇങ്ങനെ വന്ന് കറക്കി ഒരു വലിയ റാ കൊടുത്തു. ആരായി? എ ആയി. കണ്ടോ എ എഴുതുന്നത്? എ. അടുത്ത ഏത് നീട്ട് കൊടുക്കപ്പോ എന്തോ ചെയ്യണം? നമ്മള് കുഞ്ഞ് റായിനെ കൊടുത്തു, പായായി താഴോട്ട് വന്നിട്ട് കറക്കി 3 കണക്ക് എഴുതണം. ആരായി? ഏനായി. ആരായി? ഏനായി. അടുത്ത അക്ഷരം ഏതാണ്? ഐ. ഐ എങ്ങനെ എഴുതുന്നേ? കുഞ്ഞു റായിനെ കൊടുത്തു, കറക്കി വലിയൊരു റായിടും. എന്നിട്ട് ഏയിനെ അങ്ങ് എഴുതി കൊടുത്താൽ മതി, അല്ലേ? ഏയിനെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ആരായി? ഐ ആയി. ആരായി? ഐ ആയി. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഓ. അടുത്ത അക്ഷരം ഏതാണ്? ഓ. ഓ എങ്ങനെയാണ്? ഒരു കുഞ്ഞു റായിനെ കൊടുക്കുന്നു, കറക്കി വലിയ റാ വന്ന് 3 കണക്ക് എഴുതുന്നു. ആരായി? ഓയായി. ആരായി? ഓയായി. ഇനി ഓന്ന് നീട്ട് കൊടുക്കപ്പം എന്തോ ചെയ്യണമെന്നാ പറഞ്ഞേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്തോ ചെയ്യാനാ പറഞ്ഞേ? ഒരു ദീർഘം കൊടുക്കണം, അല്ലേ? അപ്പൊ ആദ്യം നമ്മള് ഓന്ന് നീട്ടപ്പം ആദ്യം നമ്മൾ ഓയിനെ എഴുതി കൊടുക്കുക, എന്നിട്ട് ഈ ദീർഘം ഇട്ട് കൊടുക്കുക. അപ്പൊ ആരായി? ഓന്നായി. എന്തായി? ഓന്നായി. ആ, ആ, ഇ, ഈ, ഉ, ഊ,
ഇർ. എ എ ഐ ഒ ഓ. കണ്ടോ? ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എല്ലാവരും നല്ല വൃത്തിക്ക് എന്തോ ചെയ്യണം, ഇത് എഴുതി പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.